അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ഈ ആനയ്ക്കായുള്ള കൂട് അരുൺ സഖറി ഇപ്പോൾ പരിശോധിച്ച ശേഷം ദൗത്യം തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാഴച്ചാൽ DFO ലക്ഷ്മി ഇക്കാര്യം നേരത്തെ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തു. വാഴച്ചാൽ DFO ആണ് അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നത്. ഈ ആനയുടെ കൂടി ആരോഗ്യം കണക്കിലെടുക്കുമെന്ന് പറഞ്ഞിരുന്നതും. കുങ്കിയാനകൾ അടുത്ത ദിവസം തന്നെ എത്തും. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു വരികയാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നേരത്തെ തന്നെ DFO വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം ആന ഇന്നും പ്ലാന്റേഷൻ എണ്ണപ്പന തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. തോട്ടത്തിനകത്ത് നിൽക്കുന്ന ആനയുടെ ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ആനയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. DFO ലക്ഷ്മി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം അരുൺ സഖറിയെ അടങ്ങിയ സംഘവും സ്ഥലത്ത് എത്തി അഭയാരണ്യത്തിലെ കൂടൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ എന്താണ് ലിഷോയ്? ആന ഇപ്പോഴും ആ മേഖലയിൽ തന്നെ ഉണ്ടോ? തീർച്ചയായും ആന ഇപ്പോഴും പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എണ്ണപ്പനത്തോട്ടത്തിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി വാച്ചർമാരും ഇവിടെ ഉണ്ട്. അല്പസമയത്തിനകം തന്നെ, അതായത് അവിടുത്തെ കൂട് പരിശോധനയുടെയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞതിന് ശേഷം അധികം വൈകാതെ തന്നെ ഡോക്ടർ അരുൺ സഖറിയും സംഘവും ഇങ്ങോട്ടേക്ക് എത്തും. ആനയെ നിരീക്ഷിക്കും. ആനയെ നിരീക്ഷിച്ച ശേഷം ആനയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തും. അതിനുശേഷമായിരിക്കും വീണ്ടും മയക്കുവെടി വെക്കണം, എന്താണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ, ദൗത്യം എന്ത് തുടങ്ങണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും തീരുമാനിക്കുക. ഈ കൂടിൻ്റെ കാര്യത്തിലാണ് ആദ്യഘട്ടത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. ഈ കൂട് തന്നെ, ഇപ്പോഴുള്ള കൂട് പര്യാപ്തമാണെങ്കിൽ ഒരുപക്ഷെ ദൗത്യം വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങാൻ കഴിയും. അല്ല എങ്കിലാണ് അല്പം പ്രതിസന്ധി ഉണ്ടാകുക. കാരണം പുതിയ കൂട് നിർമ്മിക്കേണ്ടതുണ്ട്. പുതിയ കൂട് നിർമ്മിച്ച ശേഷം മാത്രമായിരിക്കും അധികം ദൗത്യം തുടങ്ങാൻ സാധിക്കുക. അതിന് അല്പസമയം വേണ്ടിവരും. കാരണം ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും കൂട് നിർമ്മിക്കാനായി വേണ്ടിവരും. അതിൽ കൂടുതൽ 3 ദിവസം മുതൽ ഒരാഴ്ച വരെയുള്ള സമയമാണ് കൂട് നിർമ്മിക്കാനായി ആവശ്യം വരിക എന്നാണ് വനംവകുപ്പ് അധികൃതർ നമ്മളോട് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും അക്കാര്യങ്ങളെല്ലാം തന്നെ ഒരു തീരുമാനമായാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഈ കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഈ ആനയെ ഈ മയക്കുവെടി വെച്ച് പിടിച്ച് തുടർ ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്.